നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിൽ BJP വളഞ്ഞ വഴി കൂടെ തന്നെ അവരുടെ ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിതീഷ് കുമാർ വെറും കളിപ്പാവയായി കഴിഞ്ഞിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈക്കോൽ തുറു എന്ന് പറയുന്നത് തന്നെയാണ് ആഭ്യന്തരം. ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ അത് കൃത്യമായി മുഖ്യമന്ത്രിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിൽ നിക്ഷിപ്തമായാൽ മാത്രമേ ആ സംസ്ഥാനത്ത് ആ പാർട്ടിക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് BJPയുടെ നേതാവായ സാമ്രാട്ട് ചൗധരി ഉപമുഖ്യമന്ത്രി പദത്തിനോടൊപ്പം തട്ടിയെടുത്തത്. ഇതായിരുന്നു കേന്ദ്രത്തിൻ്റെ പ്ലാൻ. നിതീഷ് കുമാർ വെറും പപ്പറ്റാണ്, കളിപ്പാവയാണ്. 24.7 ലക്ഷം മുസ്ലിം വോട്ടർമാരെയാണ് SIR നടപടിയിലൂടെ ബീഹാറിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്താക്കിയത്. ആദിവാസി ദളിത് മേഖലയിലുള്ള യുവാക്കളെയും യുവതികളെയും കൂട്ടത്തോടെ അതിൽ നിന്നും പുറത്താക്കി. അവർക്ക് ഫോം ഫില്ല് ചെയ്യാൻ ഉള്ള കൃത്യമായിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യമോ വിദ്യാഭ്യാസമോ JDU BJP സഖ്യം വർഷങ്ങളായി ഭരിച്ചിട്ടും അവിടെ കൊടുക്കുന്നില്ല. ഇപ്പോഴും ജംഗിൾ രാജിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് BJP RJDക്കെതിരെ തിരിയുന്നത്. ജംഗിൾ രാജിൻ്റെ കഥ പറയുമ്പോൾ കഴിഞ്ഞ 2 ദശാബ്ദോളം കാലമായി BJP JDU കൂട്ടുകെട്ടാണ് ഭരിക്കുന്നത്. ഇതിൽ നാമമാത്രമായ ദിവസങ്ങളിൽ മാത്രമാണ് ഐക്യജനതാദൾ RJDയുമായി കൂട്ടുകക്ഷി ഭരണം ഉണ്ടാക്കിയെടുത്തത്. അതും BJPയോടുള്ള സൗന്ദര്യ പിണക്കത്തിൻ്റെ പേരിൽ നിതീഷ് കുമാറിൻ്റെ കേവലം ഒരു ഗിമിക്സ് ആയിരുന്നു അത്. നിതീഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നത് പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവളയെ പോലെയാണ്. ചക്ഷുശ്രവണ ഗളസ്ത്രങ്ങൾ ദർദുരം എന്നൊരു വാക്കുണ്ട്, എഴുത്തച്ഛൻ എഴുതിയ വാക്കാണ്. അതാണ് നമുക്ക് മലയാളികൾക്ക് നിതീഷിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്നത്. അതായത് മോദി വിഴുങ്ങാനായി നിതീഷിനെ ഇവിടെ വെച്ചിരിക്കുകയാണ്. അതായത് ഏത് സമയവും BJPക്ക് നിതീഷിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാം. നിതീഷ് ഒന്നുമല്ലാതാകും. കാരണം അത്രമേൽ കള്ളക്കളിയാണ് അവിടെ നടത്തിയത്. നിതീഷിന് RJDയുമായി ഒരു കൂട്ടുകക്ഷി ഭരണം ഉണ്ടാക്കാതിരിക്കാൻ RJDയുടെ സീറ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നിതീഷിന് തുള്ളിച്ചാടാൻ കഴിയില്ല, കുട്ടിക്കുരങ്ങനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ കഴിയില്ല എന്ന് BJPയുടെ പല നേതാക്കളും പറയുന്നു. ബ്ലൂ പ്രിൻ്റ് ഏതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഞാൻ ബ്ലൂ ഫിലിം ഒന്നും കാണാറില്ല, അത്തരക്കാരിയല്ല ഞാൻ എന്ന് പറയുന്ന BJPയുടെ മൈഥിലി താക്കൂർ, 25 വയസ്സുകാരി, വിവരം വിദ്യാഭ്യാസം ഇതൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കുറേ പാഴ് ജന്മങ്ങളാണ് BJPക്ക് വേണ്ടി ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത്. അതിൽ കൊടും ക്രിമിനലുകളും കൊലപാതക കേസ് പ്രതികളും മൊളസ്റ്റേഴ്സ് അതായത് പീഡകരും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പീഡകരില്ലെങ്കിലല്ലേ സംശയമുള്ളൂ. നമുക്കറിയാമല്ലോ, ഗുസ്തി താരങ്ങൾ ഏറ്റവും കൂടുതൽ അവജ്ഞത അനുഭവിച്ചത് ഒരു BJP MPയെ കൊണ്ടായിരുന്നു എന്നുള്ളത്. അത് അവരുടെ ഒരു അലങ്കാരമായി സൂക്ഷിക്കുകയാണ്. അല്ലെങ്കിലും നാറിയവൻ്റെ ആസനത്തിൽ ആല് കിടത്താൽ അതും ആനന്ദം തന്നെയാണ്. ധ്രുവ് റാട്ടയുടെ പരാമർശം ഈ SIR നടപടിയിലൂടെ ജ്ഞാനേഷ് കുമാർ നടത്തിയ ചെറ്റത്തരം കൃത്യമായി പൊളിച്ചെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ ലോകരാജ്യങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് EVM തട്ടിപ്പ് എങ്ങനെയാണെന്നുള്ളത്. വികസിത രാജ്യങ്ങൾ നിരോധിക്കുമ്പോൾ എന്തുകൊണ്ട് BJP നിരോധിക്കാൻ മടിക്കുന്നു എന്നത്.